ഒരു സുപ്രധാന വാർത്ത. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ലക്ഷ്യമിട്ട് ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവെച്ച് കെ മുരളീധരൻ. നസീർ അഭിനയിച്ച പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം എന്ന സിനിമാ ഗാനമാണ് കെ മുരളീധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. പകൽവാഴപ്പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. ഞാൻ എന്ന ഭാവങ്ങൾ. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരനുണ്ട്. നിതിൻ, എന്തായാലും ഒരു പരിഹാസ പോസ്റ്റോടെയാണ് കെ മുരളീധരന്റെ ഒരു രംഗപ്രവേശം എന്ന് പറയുന്നതല്ലേ? ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നേതാവാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ ഏറെ നാളായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായി അത്ര നല്ല ബന്ധത്തിലല്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുരളീധരൻ എത്തിയിരുന്നില്ല എന്നും മാത്രമല്ല, പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ എത്തില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒടുവിൽ KPCC നേതൃത്വം ഇടപെട്ടാണ് മുരളീധരനെ പാലക്കാട്ട് എത്തിച്ചത്. പാലക്കാട് അദ്ദേഹം പ്രസംഗിച്ച വേദികളിൽ പറഞ്ഞത് ഡോക്ടർ പി സരിൻ മിടുക്കനായ സ്ഥാനാർത്ഥിയാണ്, അതായത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ മിടുക്കനായ സ്ഥാനാർത്ഥിയാണ്, അത് കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് കണ്ടില്ലേ എന്നിങ്ങനെ ഇടതു സ്ഥാനാർത്ഥിയെ കൂടി പുകഴ്ത്തുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. മാത്രമല്ല, പല വേദികളിലും അദ്ദേഹം യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാൻ പോലും തയ്യാറായില്ല. യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് അദ്ദേഹം പലയിടത്തും പ്രസംഗിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള കെ മുരളീധരന്റെ ശീതസമരം കൂടുതൽ ഊർജിതമാക്കിയത്. ഇന്ന് സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശനത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ആരാഞ്ഞപ്പോൾ സന്ദീപ് വാര്യരെയും കോൺഗ്രസ് നേതൃത്വത്തെയും പരിഹസിക്കുന്ന തരത്തിലായിരുന്നു കെ മുരളീധരന്റെ മറുപടി. സന്ദീപ് വാര്യർ പറഞ്ഞത് സ്നേഹത്തിന്റെ കടയിൽ ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നു എന്നായിരുന്നു. അതിനെ കെ മുരളീധരൻ വിമർശിച്ചത് സ്നേഹത്തിന്റെ കടയിൽ എത്ര കാലം നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം എന്നായിരുന്നു. അതോടൊപ്പം തന്നെ ഏറെ വിമർശിച്ച ഗാന്ധി കുടുംബത്തിൽ ഒരു അംഗമായ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ പ്രചരണത്തിന് വരാൻ കണക്കാക്കി കോൺഗ്രസിലേക്ക് കടന്നു വന്നാൽ അത് ഉപകാരമായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനമെല്ലാം മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഉന്നമിട്ടുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. പണ്ട് നസീർ അഭിനയിച്ച ഒരു പഴയ സിനിമാ ഗാനത്തിന് ആണ് അദ്ദേഹം തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ ആ പോസ്റ്റിനടിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പിന്തുണ കെ മുരളീധരന് ലഭിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വി.ഡി. സതീശൻ എല്ലാ കാര്യവും താൻ ഒറ്റയ്ക്ക് നടപ്പാക്കുന്നു. പല KPCC യോഗത്തിലും ഉയർന്നൊരു വിമർശനമുണ്ട്. ഞാൻ എന്ന അഹംഭാവമാണ് വി.ഡി. സതീശൻ എന്ന് പല KPCCയുടെ യോഗങ്ങളിലും പാർട്ടി നേതാക്കന്മാർ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ ഞാൻ എന്ന അതേ അർത്ഥം വരുന്ന അല്ലെങ്കിൽ ആ വാക്കുകൾ ഉൾക്കൊള്ളുന്ന പാട്ടാണ് ഈ കെ മുരളീധരൻ ഇപ്പോൾ ഇന്ന് സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ പാർട്ടി പ്രവർത്തകരുടെ കെ മുരളീധരനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണയും അതിൽ ലഭിക്കുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും കൃത്യമായി അനുയായികളുള്ള കോൺഗ്രസിലെ ഒരു നേതാവാണ് കെ മുരളീധരൻ. ആ കെ മുരളീധരന് പല ജില്ലകളിലും വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ മുരളീധരന്റെ നോട്ടം അല്ലെങ്കിൽ മുരളീധരൻ ഇത്തരത്തിൽ പാർട്ടിയെ വിമർശിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിൽക്കുകയാണ് KPCC നേതൃത്വം. മുരളീധരന് നേരെ അച്ചടക്കത്തിന്റെ വാളെ പിടിപ്പിക്കാൻ സംബന്ധിച്ച് ഇപ്പോൾ പി സരിൻ ഒന്ന് പോയപ്പോൾ ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു. അപ്പോൾ പി സരിൻ ഒന്ന് പോയപ്പോൾ ഒന്ന് ബാലൻസ് തെറ്റി നിൽക്കുകയായിരുന്നു. സന്ദീപ് വാര്യർ വന്നപ്പോൾ അതൊന്ന് ബാലൻസ് ആയി. വീണ്ടും ബാലൻസ് തെറ്റുമോ കോൺഗ്രസിന്? അത്തരത്തിലുള്ള ഒരു നീക്കവും മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഇന്നും നാളെയും ഉണ്ടാകില്ല. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരൊന്നും അത്തരത്തിൽ പെട്ടെന്നൊരു നീക്കമൊന്നും മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. പക്ഷേ ഉറപ്പിച്ചു പറയാം, നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഈ നിമിഷം ഉറപ്പിച്ചു പറയാം, കെ മുരളീധരനെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി നമുക്കത് പറയാൻ സാധിക്കും. കെ മുരളീധരനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള കെ മുരളീധരന്റെ വിശ്വസ്തർ പങ്കുവെച്ചൊരു കാര്യമാണ്. കെ മുരളീധരനെ കേരളത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നത് കെ മുരളീധരൻ നാളെ കോൺഗ്രസ് വിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമെന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഉറപ്പിച്ച് പറയാൻ കഴിയും, കെ മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളറായ നേതാവിനെ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ അത് പാർട്ടി വിട്ട് പുറത്തേക്ക്
പോകുന്ന തരത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. വരും ദിവസങ്ങളിൽ ഈ ചർച്ചകളിൽ ഏതെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ നമുക്ക് ആ വിവരങ്ങളും നമുക്ക് ലഭ്യമാകും. നിലവിൽ കോൺഗ്രസ് നേതൃത്വവുമായി, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായി മുരളീധരൻ വലിയ ഭിന്നതയിലാണ്. തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ മുരളീധരന്റെ അനുയായികൾ വളരെ വലിയ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഉന്നയിച്ചത്. വി ഡി സതീശനെ കാണാൻ പോലും മുരളീധരൻ ആദ്യഘട്ടത്തിൽ കൂട്ടാക്കിയിരുന്നില്ല. ആ മുരളീധരനാണ് വീണ്ടും സതീശനെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുരളീധരനെതിരെ അച്ചടക്കത്തിന്റെ വാളാങ്ങാൻ പാർട്ടി ശ്രമിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മുരളീധരൻ വിളിച്ചു പറയും. അത് കൂടുതൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നവംബർ 23-ന് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ കോൺഗ്രസിനകത്ത് പരസ്യപ്പോര്. ഒരു കാലത്ത് AI വിഭാഗങ്ങൾ കോൺഗ്രസിൽ ശക്തമായ കാലമുണ്ടായിരുന്നു. 2000-ന്റെ തുടക്കത്തിൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ കെ മുരളീധരന്റെ പിതാവ് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും രണ്ട് ഗ്രൂപ്പുകളെ നയിച്ച കാലമുണ്ടായിരുന്നു, A ഗ്രൂപ്പിനെയും I ഗ്രൂപ്പിനെയും. അന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തെക്കാൾ മൂർച്ചയേറിയ, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെക്കാൾ വലിയ മൂർച്ചയേറിയ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. നിലവിൽ അത്തരം ഒരു കാലഘട്ടത്തിലൂടെയല്ല കോൺഗ്രസ് കടന്നു പോകുന്നത്. പക്ഷേ എടുത്തു പറയാൻ സാധിക്കും, നവംബർ 23-ന്റെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ കോൺഗ്രസിന് തിരിച്ചടിയുണ്ടാകുന്ന ഒരു ഫലമാണ് പുറത്തു വരുന്നതെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർക്കെതിരെ കൃത്യമായ വിമർശനങ്ങൾ, ആരോപണങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ അകത്തു നിന്നുണ്ടാകും. അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടിനാണ് ഇന്ന് കെ മുരളീധരൻ തിരികൊളുത്തിയിരിക്കുന്നത്. കാളിദാസ്. തീർച്ചയായും എന്തായാലും കെ മുരളീധരൻ ഒന്ന് ഇടഞ്ഞു നിൽക്കുക തന്നെയാണ്. ഈ ഒരു ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാൻ കോൺഗ്രസ് കുറച്ച് പരിശ്രമിക്കേണ്ടി വരും എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മറ്റ് പ്രമുഖ പാർട്ടികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പ്രമുഖ നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ള വിവരമൊക്കെ ലഭിക്കുന്നുണ്ട്. എപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഉടനെ തന്നെ മാറുമോ, മറ്റ് പാർട്ടിയിലേക്ക് ചേക്കേറുമോ എന്നുള്ളതെല്ലാം എന്തായാലും ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചും എന്തായാലും വിവരങ്ങൾ ലഭിക്കും. ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് നിതിൻ പ്രഭാകരനാണ്.